ഹായ്, ഞാൻ ഐശ്വര്യ ഡുവൽ. ഹാൻഡ് ബുക്ക് ട്യൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എഡിറ്റബിൾ സ്പ്ലൈനിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോണത് റെൻഡറിങ് റോൾ ഔട്ടാണ്. എഡിറ്റബിൾ സ്പ്ലൈനിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് മോഡിഫൈയിൽ വന്നാൽ താഴെ നമുക്ക് റെൻഡറിങ് റോൾ ഔട്ട് കാണാം. ഈ ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റിന് ഒരു തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എനേബിളിംഗ് റെൻഡർ, എനേബിളിംഗ് വ്യൂ പോർട്ട് രണ്ട് ഓപ്ഷൻസ് കാണാം. ഇതിൽ നമ്മൾ എനേബിളിംഗ് വ്യൂ പോർട്ട് ടിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന തിക്നെസ് ഒക്കെ നമുക്ക് വ്യൂ പോർട്ടിൽ കാണാൻ പറ്റും. പക്ഷെ റെൻഡർ ചെയ്യുമ്പം അത് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. റെൻഡർ ചെയ്യുമ്പം അത് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ എനേബിളിംഗ് റെൻഡർ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്ത് വെക്കണം. അതിന് താഴെയായിട്ട് ഇവിടെ യൂസ് വ്യൂ പോർട്ട് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എനേബിളിംഗ് വ്യൂ പോർട്ട് ടിക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഈ ജനറേറ്റ് മാപ്പിംഗ് കോഡ്സ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുന്നത് UV മാപ്പിംഗ് കോർഡിനേറ്റ്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് വല്ല ടെക്സ്റ്റേഴ്സും കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ജനറേറ്റ് മാപ്പിംഗ് കോർഡിനേറ്റ്സ് ഓൺ ചെയ്ത് വയ്ക്കാം. അതുപോലെ ടെക്സ്റ്റേഴ്സിന് റിയൽ വേൾഡ് സ്കെയിൽ യൂണിറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഓൺ ചെയ്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, വ്യൂ പോർട്ടും റെൻഡറും. രണ്ടിലും നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഈ യൂസ് വ്യൂ പോർട്ട് സെറ്റിംഗ്സ് ടിക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വ്യൂ പോർട്ട് ഓപ്ഷൻ ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. ഇവിടെ വ്യൂ പോർട്ടിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ വ്യൂ പോർട്ടിലുള്ള ഒബ്ജക്റ്റിൽ കാണാൻ പറ്റുക. ഇനി റെൻഡറിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആയിരിക്കും റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കൊടുക്കാൻ കാരണം വ്യൂ പോർട്ടിൽ നമ്മൾ വലിയ വാല്യൂസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ലോഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വ്യൂ പോർട്ടിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ വാല്യൂസ് കൊടുത്തിട്ട് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് റെൻഡർ ഓപ്ഷൻ എടുത്തിട്ട് കൊടുക്കാം. താഴെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, റേഡിയലും റെക്ടാങ്കുലറും. ഇവിടെ റേഡിയലിൽ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തിക്നെസ് ആയിരിക്കും നമ്മുടെ ഒബ്ജക്റ്റിന്റെ റേഡിയസ്. ഇനി ഇവിടെ സൈഡ്സിൽ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് കൊടുക്കും. താഴെ ആംഗിൾ ഉണ്ട്. ഇവിടെ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റണം എന്നില്ല. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് കുറച്ചിട്ട് താഴെ നമ്മൾ ആംഗിൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി റെക്ടാങ്കുലർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ലെങ്ത്, വിഡ്ത്ത്, ആംഗിളും കൺട്രോൾ ചെയ്യാം. താഴെ ആസ്പെക്റ്റ് കാണാം. ഇവിടെ ആസ്പെക്റ്റ് നമ്മൾ ലോക്ക് ചെയ്യുവാണെങ്കിൽ ലെങ്ത്തിൻ്റെയും വിഡ്ത്തിൻ്റെയും റേഷ്യോ അവിടെ ലോക്ക് ആവും. ഇനി നമ്മളിവിടെ ഏതെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ റേഷ്യോ കീപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും മറ്റേ വാല്യൂ മാറുന്നുണ്ടാവുക. ആൻഡ് ഓട്ടോ സ്മൂത്തിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ കാണും ഓട്ടോ സ്മൂത്ത് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് സ്മൂത്ത് ആയിട്ടും ആൻഡ് ഓൺ ആയിരിക്കുമ്പോൾ ഇവിടെ സ്മൂത്ത് അല്ലാതെയായിട്ടായിരിക്കും കാണുന്നത്. അതിന് കാരണം ഓട്ടോ സ്മൂത്ത് ഓഫ് ആണെങ്കിൽ സ്പ്ലൈൻ അതിൻ്റെ ഒറിജിനൽ കർവ്സിൽ നിന്നായിരിക്കും സ്മൂത്ത്നെസ് അഡാപ്റ്റ് ചെയ്യുക. ഇനി ഓട്ടോ സ്മൂത്ത് ഓൺ ആണെങ്കിൽ നമ്മുടെ ത്രെഷോൾഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്മൂത്ത്നെസ് കാണിക്കും. അതുകൊണ്ട് ഓട്ടോ സ്മൂത്ത് ഓൺ ആണെങ്കിലും ത്രെഷോൾഡ് വാല്യൂ വളരെ കുറവാണെങ്കിൽ സ്മൂത്ത് അല്ലാതെയായിട്ടായിരിക്കും കിട്ടുക. സോ സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ത്രെഷോൾഡ് ആംഗിൾ കൂട്ടി കൊടുക്കാം. ദെൻ ട്വിസ്റ്റ് കറക്ഷൻ. ഇവിടെ റെക്ടാങ്കുലറിൽ നമ്മൾ വലിയ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ക്രോസ് സെക്ഷനിൽ റൊട്ടേഷൻ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ട്വിസ്റ്റ് കറക്ഷൻ ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി ക്യാപ്പ്, ഒബ്ജക്റ്റിന്റെ എൻഡ്സിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് താഴെ ക്വാഡ് ക്യാപ്പ് ഓൺ ചെയ്ത് സെഗ്മെന്റ്സ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എൻഡ്സും നമുക്ക് ഇങ്ങനെ സ്പെറിക്കൽ ഷേപ്പിൽ സ്മൂത്ത് ആയിട്ട് കിട്ടും. ആൻഡ് ഈ സ്പെറിക്കൽ ഷേപ്പും നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് താഴെ നമുക്ക് ഈ സ്ഫിയറിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.